ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം, തക്കാളി ചോറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ഗ്ലാസ് ബസുമതി അരി കഴുകി വൃത്തിയാക്കി ഒരു അരമുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഞാനിത് ഒരു ചെറുപ്പത്തിൽ ഇതേ വെള്ളം ഒഴിച്ച് തന്നെയാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കിയ അരിയാണ്, ബസുമതി അരിയാണ്. അപ്പോൾ അത് നല്ല വെള്ളത്തിലാണ് കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്ത് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം തന്നെ മതിയാവും. കുതിരാനുള്ള വെള്ളമായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അതിനുശേഷം സിമ്മിലിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴേക്കും കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിന് എന്തൊക്കെയാണ് ഇത് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ തക്കാളിയാണ്. 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട മസാലപ്പൊടികൾ എന്താണെന്ന് നോക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മല്ലിയില ഇടണമെന്ന് നിർബന്ധമില്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്താൽ മതിയാവും. പിന്നെ പൊട്ടുകടല, ഇത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. പൊട്ടുകടല എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം നമുക്ക് വേണം. ഇങ്ങനെ ആണ് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് സിമ്മിലിട്ട് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുവാണ്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് സിമ്മിലിട്ട് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചു. ഇനി അവിടെ നിന്ന് സിമ്മിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വേവട്ടെ. ഇവിടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളതെല്ലാം വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് പാനെടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്കിത് ഉള്ളിയൊക്കെ വഴറ്റാനിടാം. ആദ്യം പാൻ ചൂടായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി ഇനി ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഓയിൽ വേണം. ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് മുളകും, വറ്റൽമുളകും, പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തത്, അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് കായപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. കായപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ ഉപ്പൊക്കെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഇടാം.
ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഇത് 2 തക്കാളിയാണ്, വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നന്നായിട്ട് ആവട്ടെ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് നല്ലതുപോലെ ഒന്ന് തക്കാളി നന്നായിട്ട് അതിലൊന്ന് അലിയണം. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ. ഇതിപ്പോൾ ഒരുമാതിരി ആയി വരുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ അതിൽ എല്ലാം ഒന്ന് യോജിക്കട്ടെ. ഇനി ചോറിട്ട് കൊടുക്കണം. ഞാനിവിടെ ചോറൊക്കെ ഇട്ട് കൊടുക്കാൻ പോകണം. എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കുക. ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് കൂട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കണം. ഞാനിത് 2 ഗ്ലാസ് അരിക്കുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അത് ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെക്കുവാണ്. അങ്ങനെ ഇരിക്കട്ടെ. ഒരു സിമ്മിലിട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു തക്കാളി കൊണ്ടൊരു ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.